ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം പ്രഥമസ്കന്ധം അഥ ഷഷ്ഠോധ്യായ 6, 7, 8, 9 അധ്യായങ്ങളിലായിട്ട് മധുകൈടഭവധം ഭദ്രകാളി മഹാവിഷ്ണുവിനെ കൊണ്ട് ചെയ്യിക്കുന്നതായിട്ടുള്ള രംഗത്തെ വിസ്തരിക്കണം. നമുക്ക് കേൾക്കാം. ദേവി മഹാത്മ്യത്തിലെ ആദ്യത്തെ കഥയാണ്. ദേവി ഭാഗവതത്തിലെയും ആദ്യത്തെ കഥയാണ്. ഓം ശൗനകാദി മഹർഷിമാർ സൂതനോട് ചോദിക്കുന്ന സംശയത്തിന് നൈമിഷാരണ്യത്തിൽ വെച്ച് സൂത മഹാശയൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള മഹാദേവിയുടെ അവതാര ലീലകളാണ് ദേവി ഭാഗവതം. ഓം ഋഷയ ഊജു ഓം സൗമ്യ യച്ച ത്വയാ പ്രോക്തം ശൗരേഃ യുദ്ധം മഹാർണവേ മധുകൈടഭയോ സാർത്ഥം 5 വർഷസഹസ്രകം. അല്ലയോ സൗമ്യ, അങ്ങ് കുറേ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തന്നു. മഹാവിഷ്ണു ഈ പാലാഴിയിൽ അല്ലെങ്കിൽ വലിയ സമുദ്രത്തിൽ മധുകൈടഭന്മാരോട് 5000 വർഷം യുദ്ധം ചെയ്തു എന്നും അങ്ങ് പറയണ്ടായി. ശൗനകാദി മഹർഷിമാർ ചൊന്നല്ലോ സൗമ്യ, നീ ശൗരി മധുകൈടഭരോടാടർ മഹാർണവത്തിൽ വെച്ച് 5000 ആണ്ടെന്നു ചെയ്തതായി. സമസ്തം ആഴിനീരായോരക്കാലത്തേതിൽ നിന്നവർ സംജാതരായ ദുരാധർഷന്മാരാം അദ്ദേവദുർജയർ. കസ്മാത്തൗ ദാനവൗ ജാതൗ തസ്മിൻ ഏകാർണവേ ജലേ മഹാവീര്യൗ ദുരാധർഷൗ ദേവൈരപി സുദുർജയൗ. ദൈത്യന്മാരും ദാനവന്മാരും, അതിൽ ദാനവന്മാരാണ് ഈ മധുകൈടഭന്മാർ എന്നാണ് പറയുക. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും ഉണ്ടായി എന്നാണ്. എങ്ങും സമുദ്ര വെള്ളം, സർവത്ര വെള്ളം, അങ്ങനെ ഈ കാരണജലം പോലെ ഉള്ള ഒരു സമയത്ത് മഹാപരാക്രമികളായിട്ടുള്ള മറ്റാൾക്കും തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ടുള്ള, ദേവന്മാർക്ക് പോലും ജയിക്കാൻ സാധിക്കില്ല, അത്രയും കഴിവുള്ള ഈ മധുകൈടഭന്മാർ എവിടെ നിന്നുണ്ടായി? കഥം തൗ അസുരൗ ജാതൗ കഥം ച ഹരിണാഹതൗ തദാചക്ഷ മഹാപ്രാജ്ഞാ ചരിതം പരമാത്ഭുതം. ഈ 2 അസുരന്മാർ എങ്ങനെയാണ് ജനിച്ചത്? ഭഗവാൻ ഹരി എങ്ങനെ അവരെ കൊന്നത്? എല്ലാ ജ്ഞാനവും അറിവുള്ളതായിട്ടുള്ള സൂത, ഈ അത്ഭുതകരമായിട്ടുള്ള കഥ ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. അവരുണ്ടായതെമ്മട്ട് എമ്മട്ടാ ഹരി കൊന്നതും വിദ്വൻ ചൊന്നാലും ആശ്ചര്യകരം ആചരിതം ഭവാൻ. കേൾക്കാൻ കൊതിക്കുവോർ നിങ്ങൾ വക്താവാം നീ സുവിശ്രുതൻ. ഭാഗ്യാതിരേകത്താൽ അത്രേ നമ്മളിങ്ങൊത്തുചേർന്നതും. ശ്രോതുകാമാ വയം സർവേ ത്വം വക്താച്ച ബഹുശുശ്രുത ദൈവാച്ച അത്രൈവ സഞ്ജാത സംയോഗാശ്ച തഥാവയോഹോ. കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. അങ്ങാണെച്ചാലോ നല്ലൊരു വക്താവുമാണ്. അങ്ങ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നു എന്നതുകൊണ്ട് അങ്ങയ്ക്ക് യശസ്സും സദ്യശസ്, സൽകീർത്തി ധാരാളമായിട്ടുണ്ട്. ദൈവാധീനം കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒത്തുചേരാൻ സാധിച്ചത്. അവിടെ ഇപ്പോൾ 2 കൂട്ടർക്കും എന്ന നിലയ്ക്കാണ് ശ്രോതുകാമ വയം സർവേ ത്വം വക്താച ബഹുശ്രുത. അപ്പോൾ അതിൻ്റെ സാരം എങ്ങനെയാ വെച്ചാൽ, നമ്മൾ 2 പേരും എന്നുള്ളതല്ല, ശൗനകാദി മഹർഷിമാർ, ഒപ്പം ശിഷ്യന്മാർ, സദസ്യർ എല്ലാവരും ഉണ്ട്. അതേപോലെ തന്നെ സൂതൻ അനവധി കാര്യങ്ങൾ പറഞ്ഞു. ഈ കഥയും സൂതൻ തന്നെ പറയണം. നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് അനവധി പറഞ്ഞിട്ടുണ്ട്. മൂർഖേണ സഹ സംയോഗോ വിഷാദപി സുദുർജര വിജ്ഞേന സഹ സംയോഗ സുധാരസ സമസ്മൃത. ഒരു പ്രത്യേകമായിട്ട് ഓർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു ശ്ലോകമാണ്. മൂർഖന്മാരോട് കൂടിച്ചേർന്നാൽ അത് വിഷത്തേക്കാൾ ഭയമാണ് ഉണ്ടാക്കുക. മൂർഖന്മാരെ വെച്ചാൽ പലതരത്തിലുണ്ട്. ഒന്ന്, ജ്ഞാനമില്ലാത്ത അജ്ഞാനികൾ വേണ്ടാത്തതൊക്കെ ചെയ്യും, വേണ്ടതൊക്കെ ഒന്നോട്ട് ചെയ്യൂല. അതേപോലെ വഞ്ചിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ തമോ ഗുണം കൊണ്ട് ജ്ഞാനമില്ലാത്ത ഭാവത്തിലും ജ്ഞാനമുണ്ട് എന്ന് നടിക്കുക. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ മൂർഖന്മാരെ കൊണ്ട് ഉണ്ടാവും. അപ്പോൾ മൂഢനാണ്, വഞ്ചിക്കുക തുടങ്ങിയിട്ടുള്ള ചീത്ത നെഗറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അജ്ഞത കാരണം കൊണ്ട് പലതും ചീത്ത കാര്യങ്ങളായിട്ട്
ചെയ്തു വരണു. അങ്ങനെയുള്ളവരെയാണ് മൂർഖൻ എന്ന് പറയുക. അപ്പോൾ വിഘ്നനുമായുള്ള സമ്പർക്കമാണെങ്കിലോ അത് അമൃത തുല്യമാണ്. ഇങ്ങനെയുള്ള അജ്ഞാനികളായിട്ടുള്ള സമ്പർക്കം വേണ്ട. ഇവിടെ നമ്മൾ ഭാഗ്യം കൊണ്ടാണ് തമ്മിൽ കൂടിച്ചേർന്നത്. കേൾക്കാൻ കൊതിക്കുവോർ ഞങ്ങൾ വക്താവാം നീ സുവിശ്രുതൻ, ഭാഗ്യ അതിരേകത്താലത്രേ നമ്മൾ ഇങ്ങൊത്തു ചേർന്നതും. ശ്രീ ഗുരുവായൂരപ്പ. അതേപോലെ മൂർഖരോടുള്ളൊരാ ചേർച്ച വിഷത്തേക്കാൾ ഭയാനകം, വിദ്വാൻമാരുടെ സമ്പർക്കം അമൃതോപമവും തഥാ. ഇപ്പോൾ നമുക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ സത്സംഗം കിട്ടുള്ളൂ എന്നാണ്. സത്സംഗം കിട്ടാനും കുറച്ച് ഭാഗ്യം വേണം. ജീവന്തി പശവ സർവേ ഖാദന്തി മോഹയന്തി ച ജാനന്തി വിഷയ ആകാരം വ്യവായ സുഖമദ്ഭുതം. അപ്പോൾ നമുക്ക് എല്ലാവരും ഭക്ഷിക്കുന്നു, വിസർജിക്കുന്നു, അതേപോലെ കുളിക്കുന്നു, മൈഥുനാദികൾ ചെയ്യുന്നു. ഇങ്ങനെ ആഹാര, നിഹാര, വിഹാര, നിദ്ര, മൈഥുനാദികൾ എന്ന 5 കൂട്ടാണ് പറയാം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് മൃഗങ്ങളും അത് തന്നെയാണ് ചെയ്യണത്. അപ്പോൾ വിഷയങ്ങളെ മുൻനിർത്തിയിട്ടാണോ ഇത് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ജീവിതം നഷ്ടമായി. എല്ലാവർക്കും ജീവിതം നഷ്ടമാവുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. മനുഷ്യർക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നഷ്ടമാക്കരുത്. അതാണ് സുഖം അനുഭവിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ആസക്തി കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതിനെ എടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാറ്റ് വന്നു, തട്ടി, അത് പോയിക്കോട്ടെ, നമ്മളതിനെ തടുക്കാനും നിൽക്കണ്ട. പക്ഷെ അതിനെ വേണ്ടാന്ന് വെക്കേണ്ടാന്ന് സാരം, സ്വീകരിക്കാൻ വിരോധമില്ല. പക്ഷേ ആ കാറ്റ് വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണ്ട എന്ന് സാരം. അതാണ്. അനുഭവിച്ചു. പക്ഷേ അതുകൊണ്ട് എന്ത് ദോഷം വരണില്ല. അത് പ്രാരബ്ധമായിട്ടാണ് പോവുകയുള്ളൂ. നമുക്ക് ആ പ്രവൃത്തിയിൽ ഒരു കർമ്മദോഷം വരണില്ല എന്ന് സാരം. ഫലാനുഭവ പാപം വരണില്ല എന്ന് സാരം. അതാണ്. തിന്നും കുടിച്ചും ക്രീഡിച്ചും നാൾ കഴിക്കുന്നു ജീവികൾ, വിഷയ അകാരമാം ഭോഗസൗഖ്യം തേടുന്നു സർവ്വത. നന്മ തിന്മകൾ തൻ ജ്ഞാനമില്ല അവയ്ക്ക് വിവേകവും, പുരാണ ശ്രദ്ധയില്ലാത്തോർ ഇവയോടൊക്കും ഓർക്കുകിൽ. ന തേഷാം സദസജ്ഞാനം സത് അസജ്ഞാനം വിവേകോ ന ച മോക്ഷത. പശുഭിസ്തേ സമാജ്ഞേയേഷാം ന ശ്രവണാദര. അപ്പം അവർക്ക് സത് ജ്ഞാനമോ അസത് ജ്ഞാനമോ ഇല്ല. മോക്ഷപ്രദമായിട്ടുള്ള വിവേകമോ ഇല്ല. പുരാണാദി കഥകൾ ശ്രവിക്കണം എന്നുള്ള താല്പര്യം അവർക്കില്ല. അപ്പോൾ അവർ സ്വതവേ മൃഗങ്ങളെ പോലെ ആഹാരം കഴിക്കണം, കിടന്നുറങ്ങണം, സന്താനങ്ങളെ ഉണ്ടാക്കണം. ഇത് മാത്രമേ അവർക്ക് ഇതുള്ളൂ, താല്പര്യമുള്ളൂ. അതിങ്ങനെ അതാത് സമയത്ത് പ്ലാൻഡ് ഒന്നല്ല, വേണം തോന്നി അതാണ് ചെയ്യുക. അതാണ് മൃഗസ്വഭാവം. ജന്തുക്കളിലുമുണ്ട് ഓർത്താൽ ശ്രവണ ആദരമുള്ളവ. മോഹിപ്പൂ നാദപാനത്താൽ കാതില്ല ഭണിവർഗവും. മൃഗാദ്യ പശവ കേജൽ ജാനന്തി ശ്രാവണം സുഖം. അശ്രോത്ര ഭണിനശ്ചൈവ മുമുഹുർനാദപാനത. മാന തുടങ്ങിയ ചില മൃഗങ്ങൾ ശബ്ദസുഖം ആസ്വദിക്കുന്നുണ്ട്. പാട്ട് കേട്ട് കഴിഞ്ഞാൽ മാനുകൾ ഇങ്ങനെ നോക്കി നിൽക്കും. ആഹാരം പുല്ല് വയലുണ്ട് വെച്ചാൽ അതിങ്ങനെ തിന്നാൻ മറന്നുകൊണ്ട് ഈ പാട്ട് കേട്ടുകൊണ്ട് നിൽക്കും. ആ സമയത്ത് വേടൻ വന്ന് അമ്പ ചെയ്ത് അല്ലെങ്കിൽ വല വിരിച്ചിട്ട് അവർ ചതിക്കുകയും ചെയ്യും. അതേപോലെ മത്സ്യം നമ്മൾ ഈ ഇര ചൂണ്ടലിൽ ഇട്ട് കൊടുക്കുമ്പോൾ അത് ചൂണ്ടലുണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ അതറിയില്ല. പക്ഷേ ഇര തിന്നാൻ വേണ്ടി തിന്നും. അപ്പോൾ ഒരു അല്പജ്ഞതം അവിടെ സംഭവിക്കുക. വീണ്ടും വിചാരങ്ങളൊന്നുമില്ല എന്ന് സാരം. ആന വാരിക്കുഴിയിൽ വീഴുന്ന പോലെ. അങ്ങനെ വീക്ക്നെസ് ഓരോരുത്തർക്കും ലൂപ്പ് ഹോൾ ഉണ്ട്, വീക്ക്നെസ്സുകൾ. ആ വീക്ക്നെസ്സിനെ ചൂഷണം ചെയ്യും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ. ഈ മനുഷ്യൻ്റേതായിട്ടുള്ള വീക്ക്നെസ് എന്തോ അത് അവനവൻ തന്നെ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും എന്നതാണ് വിശേഷബുദ്ധി. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ 5 ഉള്ളൂ ആകെ. ഈ 5 ഏതിനെങ്കിലും ഒന്നിനോട് നമ്മൾ അഡിക്റ്റഡ് ആയിരിക്കും. അതിനെ മറികടക്കുക എളുപ്പമല്ല. ഒന്നുകിൽ കാഴ്ചകൾ കാണാൻ, അതല്ലെങ്കിൽ ആഹാര രുചിയാദി കാര്യങ്ങൾ, അല്ലെങ്കിൽ കേൾവി സുഖം, അവിരടിപ്പാട്ട്, ഇട്ടിപ്പുട്ടിയായിട്ടുള്ള പാട്ടില്ലേ, എന്താ DJ. അതേപോലെ ചിലർക്ക് സ്പർശസുഖമായിരിക്കും പ്രശ്നം. അപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആ വിഷയം ഉണ്ടാകാം.
മദ്യപാനാസക്തി, ഇതൊക്കെ അതിൽ പെട്ടതാ. ചിലവർക്ക് ചൂതുകളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവുക അഡിക്ഷനാണ്. മദ്യപാനം, ചൂതുകളിയൊക്കെ, മയക്കുമരുന്നതൊക്കെ അഡിക്ഷനാണ്. അത് നമുക്ക് വിശേഷ ബുദ്ധി ഉള്ളത് കൊണ്ട് അതിനെ ആ പുറത്തേക്ക് പോവാതിരിക്കുക. അവോയ്ഡിങ് ഈസ് ദ ബെറ്റർ വേ ടു രക്ഷപ്പെടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അവോയ്ഡിങ് ആണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അസംഗം അല്ലെങ്കിൽ ദുസ്സംഗം വേണ്ടാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ വേണമെന്നാണ്. മദ്യവുമായിട്ട് സംഘം വേണ്ട, മദ്യം ഉപയോഗിക്കുന്നവരുമായിട്ട് സംഘം വേണ്ട, മദ്യമുള്ള സ്ഥലവുമായി സംഘം വേണ്ട, അതാണ് അസംഗം. അങ്ങനെ വേണം. അതേപോലെ തന്നെ മറ്റേത് കാര്യത്തിലും ആസക്തി വേണ്ട എന്ന് സാരം. അപ്പോൾ ഇങ്ങനെ കാതില്ലാത്ത പാമ്പുകളും ചില ശബ്ദങ്ങളൊക്കെ അവർ കാത് കൊണ്ടല്ല, ഈ ഭൂമിയുടെ കമ്പനം കൊണ്ട് അവർക്ക് ശൽക്കങ്ങളിലൂടെ അത് അറിയാൻ സാധിക്കും. അപ്പോൾ അവരും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ജീവരക്ഷയ്ക്കെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പഞ്ചാനാം ഇന്ദ്രിയാണാം വൈ ശുഭേ ശ്രവണദർശനേ ശ്രവണാത് വസ്തുവിജ്ഞാനം ദർശനാത് ചിത്തരഞ്ജനം. 5 ജ്ഞാനേന്ദ്രിയങ്ങളിൽ വെച്ച് പ്രധാനപ്പെട്ടതാണ് കണ്ണും ചെവി. ചെവി കൊണ്ട് വസ്തുജ്ഞാനം ഉണ്ടാവും, കാഴ്ച കൊണ്ട് മനസ്സ് സന്തോഷിക്കും. അതിപ്പോൾ ചെവി കൊണ്ട് കേട്ടാലും സന്തോഷിക്കും, കണ്ണുകൊണ്ട് കണ്ടാലും സന്തോഷിക്കും. കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അറിയും, ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്മരണം വരും. അങ്ങനെ ഓരോന്നുണ്ട്. ഇപ്പോൾ കണ്ണ് കാണാത്തവർ ബ്രെയിൽ ലിപി കൊണ്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അനുഭവ സമ്പത്ത് എന്ന് സാരം അതാണ്. അപ്പം ഇങ്ങനെ കണ്ണും ചെവിയുമാണല്ലോ മുഖ്യം, പഞ്ചേന്ദ്രിയങ്ങളിൽ വസ്തുജ്ഞാനം കേൾവിയാലും കാഴ്ചയാൽ ബോധവും വരും. ഇപ്പോൾ നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കും 5 ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം. അതാണ് പഞ്ചാരപ്പായസം. മുമ്പിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ പഞ്ചാരപ്പായസമെന്ന് മനസ്സിലായി, അതിൻ്റെ മണം കേട്ട് കഴിഞ്ഞാൽ പഞ്ചാരപ്പായസമെന്ന് മനസ്സിലായി, രുചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദ് മനസ്സിലായി, പഞ്ചാരപ്പായസം എന്നുള്ള കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ സ്മരണ വന്നു. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളും പഞ്ചാരപ്പായസത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സ്വാദും ആസ്വാദനവും കൂടും. 5 ഇന്ദ്രിയങ്ങളിലൂടെയും അത് സ്വീകരിക്കണം. ഫ്രഷായത് ചുടുക്കനെ ഇലയിൽ ഉളമ്പി തന്നിട്ട് അതിങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സുഖം. അതേപോലെ പക്ഷേ എന്താ വെച്ചാൽ അതിന് അഡിക്ഷൻ വരും. ഈ അഡിക്ഷൻ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. പഞ്ചാരപ്പായസം കിട്ടിയാൽ കഴിച്ചോളൂ, അത് കിട്ടാൻ വേണ്ടിയിട്ട് തേടി പോണ്ട, അത്രയേ ഉള്ളൂ. അതാണ് ഭാഗവതം. സാത്വികം രാജസം പിന്നെ താമസം 3 മാതിരി കേൾവിയുണ്ടെന്നോ അതിടുന്നു വിഘ്നരായോർ സുനിശ്ചിതം. ശ്രവണം ത്രിവിധം പ്രോക്തം സാത്വികം രാജസം തഥാ താമസം ച മഹാഭാഗാസുജ്ഞോക്തം നിശ്ചയാന്വിതം. ഭാഗ്യവാന്മാരായിട്ടുള്ള ഋഷികളെ, ശ്രവണം തന്നെ സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ 3 തരത്തിലുണ്ട് എന്ന് വിദ്വാൻമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഋഷികളാണ് ഇപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ സൂതൻ തൊട്ടുള്ള എല്ലാവരും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 ഇന്ദ്രിയങ്ങൾക്കും ഈ ത്രിഗുണങ്ങളുണ്ട്, സത്വരജ സമോ ഗുണങ്ങളുണ്ട്. അത് ഒന്നിൻ്റെ കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. ശ്രവണത്തിൻ്റെ കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളൂ. സാത്വികം വേദശാസ്ത്രാദി സാഹിത്യം തന്നെ രാജസം, വഴക്കിൻ വാർത്തയും ചുമ്മാ പഴയും ചേർക്കൽ താമസം. സാത്വികം വേദശാസ്ത്രാദി സാഹിത്യം ചൈവ രാജസം താമസം യുദ്ധവാർത്ത ച പരദോഷ പ്രകാശനം. വേദം, ശാസ്ത്രം ഇങ്ങനെയുള്ളതൊക്കെ സാത്വികമായിട്ടുള്ള ഭാവത്തിലാണ്. വേദം, ശാസ്ത്രം, അതേപോലെ പുരാണം, ഇതൊക്കെ. സാഹിത്യം അത് രാജസാണ്. സാഹിത്യത്തിൽ അവനവൻ്റെ കുറച്ച് ചേർക്കും, കവിയുടെ കുറച്ച് ചേർക്കും. പിന്നെ യുദ്ധവാർത്ത തുടങ്ങിയിട്ടുള്ള ലൗകിക വാർത്തയൊക്കെ പരദോഷം അതൊക്കെ തമോ ഗുണമാണ്. മൂവിധം സാത്വികവും എന്നുരപ്പൂ പ്രാജ്ഞരായവർ. മധ്യമം, ഉത്തമം, പിന്നെ അധമം 3 താനവ. സാത്വികം ത്രിവിധം പ്രോക്തം പ്രജ്ഞാവദ്ഭിശ്ച പണ്ഡിതൈ ഉത്തമം മധ്യമം ചൈവ തഥൈവ അധമമിത്യുതാം. അപ്പോൾ സാത്വികത്തിലും 3 ഉണ്ട്, രാജസത്തിലും 3 ഉണ്ട്, താമസത്തിലും 3 ഉണ്ട്. അതിൽ സാത്വിക ശ്രവണം ഉത്തമം, മധ്യമം, അധമം എന്നിങ്ങനെ 3 വിധത്തിലുണ്ട്. ആത്മജ്ഞാനികളായ വിദ്വാൻമാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശ്രീ മഹാദേവിയൈ നമഃ. 5 ഇന്ദ്രിയങ്ങളിലൂടെ സ്വീകരിക്കുന്നതിനും ഈ സത്വരജസ്തമോ ഗുണങ്ങൾ ബാധിക്കും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഓരോന്നിനെയും സമീപിക്കാൻ, സ്വീകരിക്കാൻ.
അതിനെ വിനിയോഗിക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ സാത്വികം ത്രിവിധം പ്രോക്തം പ്രജ്ഞാവദ്ഭിശ്ച പണ്ഡിതൈ ഉത്തമം മധ്യമം ചൈവ തഥാ ഏവ അധമം ഇതി ഉദ. സാത്വിക ശ്രവണം തന്നെ ഉത്തമം, മധ്യമം, അധമം ഇങ്ങനെ 3 വിധത്തിലുണ്ട്. ആത്മജ്ഞാനികളായിട്ടുള്ള വിദ്വാൻമാര് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മൂവിധം സാത്വികവും എന്നുരപ്പോ പ്രാജ്ഞരായവർ ഉത്തമം, മധ്യമം, പിന്നെ അധമം 3 താനവ. ഉത്തമം മുക്തിയേകുന്നു, മധ്യമം സ്വർഗവാസവും, അധമം ഭോഗഫലവും എന്നോതുന്നു മനീഷികൾ. ഉത്തമം മോക്ഷഫലദം സ്വർഗദം, മധ്യമം തഥാ അധമം ഭോഗദം പ്രോക്തം നിർണീയ വിദിതം ബുധൈഹി. അപ്പം ഇതാണ്. അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു മുഴുവൻ കേൾക്കരുത് എന്ന്. വിദ്യാഭ്യാസം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വേദം വിധിച്ചത് മുഴുവൻ അതേപടി ചെയ്തു കഴിഞ്ഞാൽ വിപരീത ഫലം കിട്ടാം. അപ്പം ഇവിടെ ഉത്തമം ശാസ്ത്രമായാലും ശരി, പുരാണമായാലും ശരി, മറ്റേ ഈ വേദമായാലും ശരി, അതൊക്കെ ഏറ്റവും മുക്തി കിട്ടാൻ ഉള്ള രീതിയിൽ വേണം അതിനെ സമീപിക്കാൻ. ഇപ്പോൾ വേദം സ്വതവേ പുരാണം ഒക്കെ മുക്തി കിട്ടാൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഉത്തമമാണ്. അതേപോലെ ശാസ്ത്രാദി കാര്യങ്ങൾ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേദവും സ്വർഗം കിട്ടാനല്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെയല്ല. വേദം അതിൻ്റെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ സ്വർഗം കിട്ടില്ല. സ്വർഗമല്ല വേണ്ടത്. സ്വർഗത്തിനേക്കാൾ മീതെ വൈകുണ്ഠത്തിലേക്ക് എത്താൻ സാധിക്കും, മണിദ്വീപത്തിലേക്ക് എത്താൻ സാധിക്കും, കൈലാസത്തിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ ഭോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങൾ, ദേഹസുഖങ്ങൾ, ഇഹസുഖങ്ങൾ, കാറായാലും വീടായാലും ധാരാളം ധനമായാലും നല്ല ഉദ്യോഗമായാലും അത്യന്താധുനിക വിദ്യാഭ്യാസമായാലും നല്ല ജോലി, അധികാരം, അങ്ങനെയല്ലേ. അതേപോലെ ധാരാളം ജനങ്ങൾ നമ്മുടെ സ്വന്തമായിട്ടുണ്ടാവുക, ഇതൊക്കെ ഭോഗം തന്നെയാണ്. ഇതിനെയാണ് ഭോഗം എന്ന് പറയുക. നമ്മൾ മറ്റേനെ ഭോഗം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് കാര്യമില്ല. അതുകൊണ്ട് അതിൽപ്പെട്ടതാണ്. ഇതിലൊന്ന് മാത്രം അത്. അപ്പോൾ ഏതൊരു ഉപാസനാ സമ്പ്രദായത്തിനും മോക്ഷത്തെ കിട്ടാൻ വേണ്ടിയിട്ടാവണം നമ്മുടെ പ്രവൃത്തികൾ. ത്രികരണങ്ങൾ, മനസാ വചസ കർമ്മണ. അത് തിരഞ്ഞെടുക്കുമ്പോൾ പുരാണത്തെ തിരഞ്ഞെടുക്കുക. നമ്മളെ പോലെയുള്ള ഭാഗവതന്മാർക്ക് പുരാണമാണ് ആശ്രയം. അപ്പോൾ ഭാഗവതമാണ് അതിലേറ്റവും ഉത്തമം. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും സാഹിത്യവും 3 വിധം. സ്വഭാര്യ കാര്യമുത്തമം, വേശ്യ, പരസ്ത്രീ കാര്യങ്ങൾ മറ്റു 2 യഥാക്രമം. സാഹിത്യവും ഉണ്ട്. ഭാഗവതത്തിലൊരു സാഹിത്യമുണ്ട്, ഭാഗവതത്തിൽ ശാസ്ത്രമുണ്ട്, ഭാഗവതത്തിൽ കവിത്വമുണ്ട്. പക്ഷെ അതൊക്കെ സാത്വിക. ലോകരീതിയിൽ പറയുന്നതായിട്ടുള്ള കഥകൾ, മർത്യഭാവേന കാണുന്നതായിട്ടുള്ള കഥകൾ, അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവും, ദൈവിക ഇടപെടലുകൾ ഉണ്ടാവില്ല. അപ്പം അത് സാത്വികമല്ല, അത് രാജസാണ്. അതിൽ ഇങ്ങനെ താഴേക്ക് വരും. പരസ്ത്രീ ബന്ധമൊക്കെ ആയ ഏറ്റവും താഴേക്ക് വരും. സാഹിത്യം ചൈവ ത്രിവിധം, സ്വീയായാം ചോത്തമം സ്മൃതം, മധ്യമം വാരയോഷായാം പരോഢായാം തഥാധമം. സാഹിത്യശ്രവണമായാലും 3 വിധം. സ്വന്തം ഭാര്യയെ സംബന്ധിച്ചാണ് വെച്ചാൽ ഉത്തമം, വേശ്യാസ്ത്രീയെ സംബന്ധിച്ചാണ് വെച്ചാൽ മധ്യമം, അന്യൻ്റെ ഭാര്യയാണെങ്കിൽ അത് ഏറ്റവും അധമം ആണ്. 3 വിധം താൻ താമസവും എന്ന ശാസ്ത്രജ്ഞർ തൻ മതം. വധബുദ്ധി എഴുന്നോരോടുള്ളോരാരണം ഉത്തമം, പാണ്ഡവാദികളെ പോലെ വെറുപ്പാൽ ചെയ്യുമാരണം മധ്യമം, ഹേതു കൂടാതെ വഴക്ക് അധമവും സ്മൃതം. ഇപ്പോൾ ഇവിടെ താമസം ത്രിവിധം ജ്ഞേയം വിദ്വദ്ഭി ശാസ്ത്രദർശിഭി. ആദതായിനി യുദ്ധം യത് തത് ഉത്തമം ഉദാഹൃതം. താമസശ്രവണം ഉത്തമം, അധമം, മധ്യമം ഇങ്ങനെ 3 വിധത്തിലുണ്ട്. അതിൽ വിദ്വാൻമാരായിട്ടുള്ള ശാസ്ത്ര ദർശനാദികൾ, അത് നല്ലോണം പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കും. യുദ്ധത്തിന് നേരിട്ട് വരുന്നവരോട് യുദ്ധം ചെയ്യുന്ന വാർത്ത കേൾക്കുന്നത് ഉത്തമം. ഇങ്ങോട്ടൊരാൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് യുദ്ധം ചെയ്യാം, അത് ഉത്തമമാണ്. മധ്യമം ച വിവിദ്വേഷാൽ പാണ്ഡവാനാം തഥാ അരിഭി, അധമം നിർനിമിത്തം തു വിവാദേ കലഹേ തഥാ.
പാണ്ഡവാദികളെ പോലെ വിദ്വേഷത്തോടു കൂടിയിട്ട് ചെയ്യുന്ന യുദ്ധം അത് മധ്യമമാണ്. ഒരു കാരണവും കൂടാതെ വഴക്കും ശണ്ടയും കൂടുന്നത് അധമം ആണ്. ഇപ്പോൾ കുരുപാണ്ഡവ യുദ്ധം ഭൂമിയെ ചൊല്ലി, ഭരണത്തെ ചൊല്ലി, അധികാരത്തെ ചൊല്ലി ഒക്കെയാണ് വഴക്കായത്. അങ്ങനെയാണ് യുദ്ധം ഉണ്ടായത്. അത് മധ്യമത്തിലേ പെടൂ. എന്നാൽ ശ്രീഭഗവതി ലക്ഷ്മിയായിട്ട് വന്നു, മഹിഷാസുരനെ വധിച്ചു, അത് ഉത്തമാണ്. ഭദ്രകാളിയായിട്ട് വന്നു, വിഷ്ണുവിനെ കൊണ്ട് മധുകൈടവന്മാരെ വധിച്ചു, അത് ഉത്തമാണ്. കൗശികി ദേവിയായിട്ട്, സരസ്വതി ദേവിയായിട്ട് വന്നു, ശുംഭനിശുംഭന്മാരെ വധിച്ചു, അത് ഉത്തമാണ്. ദുർഗമാസുരനെ ദുർഗയായിട്ട് കൊന്നതും ഭീമാസുരനെ കൊന്നതും. അപ്പോൾ ഉത്തമം, അധമം, മധ്യമം. അതിൽ ഏറ്റവും അധമമാണ് ഈ ലൗകിക രീതിയിലുള്ള അടി, പിടി, ലഹള, വധം, ഇങ്ങനെയുള്ളതൊക്കെ ഏറ്റവും അധമ. ഇനി തദത്ര ശ്രവണം മുഖ്യം പുരാണസ്യ മഹാമതേ ബുദ്ധി പ്രവർത്തനം പുണ്യം തഥാ പാപപ്രണാശനം. അതുകൊണ്ട് ഇതിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനം പുരാണ കഥാശ്രവണമാണ്. അത് ബുദ്ധിയെ വികസിപ്പിക്കും, മാത്രമല്ല പുണ്യം നൽകും, പാപത്തെ നശിപ്പിക്കും. അപ്പോൾ ഇതിൽ വെച്ചൊക്കെയും പുണ്യം പുരാണ ശ്രവണം ശുഭം, ബുദ്ധി വർദ്ധിപ്പിക്കും, അത് പാപമെല്ലാം അകറ്റിടും. വ്യാസങ്കൽ നിന്നും നീ കേട്ടോര പുരാണം മഹത്തമം, സർവാർത്ഥസിദ്ധിയേകാനായി ചൊന്നാലും നീ മഹാമതേ. ശൗനകാദി ഋഷിമാര് ഈ സൂതനോട് പറയാണ്, തദാഖ്യാഹി മഹാബുദ്ധേ കഥാം പൗരാണികീം ശുഭാം ശ്രുതാം ദ്വൈപായനാത് പൂർവം സർവാർത്ഥസ്യ പ്രസാധിനി. മഹാബുദ്ധിയായിട്ടുള്ള സൂതമഹാശയ, അങ്ങ് കൃഷ്ണദ്വൈപായന വ്യാസനിൽ നിന്ന് പണ്ട് കേട്ടതായിട്ടുള്ള അതിപുണ്യം തരുന്നതായിട്ടുള്ള ഈ ശുഭമാകുന്ന സർവ്വ അർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതായിട്ടുള്ള ഇഹ പര സുഖം തരുന്നതായിട്ടുള്ള പുരാണം ദേവീഭാഗവതം, അത് ഞങ്ങളോട് പറഞ്ഞു തരൂ. അപ്പോൾ സൂതൻ പറയാണ്, സൂത ഉവാച യോയം ധന്യ മഹാഭാഗ ധന്യോഹം പൃഥ്വീതലേ യേഷാം ശ്രവണബുദ്ധിശ്ച മമാപി കഥനേ കില. നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയാനും ശ്രദ്ധ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു, അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യശാലികളാണ്. ഞാനും ഭാഗ്യവാനാണ്. കാരണം ഈ ഭൂമിയിൽ വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഈ കഥ പറയാൻ സാധിച്ചുല്ലോ, അതിനുള്ള അവസരം നിങ്ങൾ തന്നുല്ലോ. അപ്പം അതുകൊണ്ട് ആഴിപ്പരപ്പിൽ പണ്ട് ഈ മൂലകവും മുങ്ങി നിൽക്കവേ ശേഷതൽപ്പത്തിലാ നീരിൽ ആദിദേവൻ ഉറങ്ങവേ. സൂതൻ കഥ പറയാൻ തുടങ്ങുകയാണ്. ധന്യർത്താൻ നമ്മൾ ഈ മഞ്ഞിൽ പുരാണം ഇത് കേൾക്കുവാൻ നിങ്ങൾക്കും ഓതുവാൻ ഈ ഉള്ളോന്നും ശ്രദ്ധ ഭവിക്കയാൽ. അപ്പോൾ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് അനുവാദം തന്ന ആ ശൗനകാദി മഹർഷിമാരെ പുകഴ്ത്തിക്കൊണ്ടും ഇതിന് കഥ പറയാൻ അവസരം കിട്ടിയപ്പോൾ താൻ തന്നെ സ്വയം ധന്യത അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും കഥ പറയാൻ തുടങ്ങുകയാണ്. എന്താ കഥ പറയണത്? ആഴിപ്പരപ്പിൽ പണ്ട് ഈ മൂലകവും മുങ്ങി നിൽക്കവേ ശേഷതൽപ്പത്തിലാ നീരിൽ ആദിദേവൻ ഉറങ്ങവേ തത്കർണമലജന്മാരായി പിറന്ന മധുകൈടഭർ ബലിഷ്ഠരാം ദാനവന്മാർ വളർന്നാർ സാഗരോർമ്മയിൽ. പുരാ ചൈകാർണവേ ജാദേ വിലീനേ ഭുവനത്രയേ ശേഷപര്യംഗസുപ്തേ ച ദേവദേവേ ജനാർദ്ദനേ വിഷ്ണുകർണമലോത്ഭൂതൗ ദാനവോ മധുകൈടഭൗ മഹാബലൗ ച തൗ ദൈത്യൗ വിവൃദ്ധൗ സാഗരേ ജലേ. സമുദ്രജലത്തിൽ ഈ മൂലോകവും അങ്ങോട്ട് വിലയിച്ചിരിക്കുന്ന സമയത്ത്, സമുദ്രം വെച്ചാൽ ഇവിടെ മഹാർണവം എന്നുള്ള നിലയ്ക്കാണ്. അതാ പ്രളയജലത്തിൽ ശേഷതൽപ്പത്തിൽ കാരണജലത്തിൽ അനന്തൻ്റെ മുകളിൽ ഈ മഹാവിഷ്ണു കിടക്കുകയാണ്, ഉറങ്ങുകയാണ്, ധ്യാനമാണ്. ആ സമയത്ത് യോഗനിദ്ര. ആ വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് മധു, കൈടഭൻ, 2 അസുരന്മാർ ജനിച്ചു. അവർ സമുദ്രജലത്തിൽ വളർന്ന് മഹാശക്തന്മാരായിട്ട് തീർന്നു. അവരുടെ വലിപ്പം വളരെ കൂടുതലും ആയിരുന്നു. ഒക്കെ ഈ മുട്ടിന് താഴെ വെള്ളം എന്നുള്ള മട്ടാണ് ഈ കാരണജലം. അങ്ങനെയാണ് മഹാവിഷ്ണു വളരുക എന്നുള്ളത്. പിന്നീട് വളരാം, അത്രയേ ഉള്ളൂ. വേണച്ചാൽ വളരും. സകല സ്വരൂപം അണോരണിയാൻ മഹതോ മഹിയാനാണ്. ഏറ്റവും ചെറുതും ഭഗവാനാണ്, ഏറ്റവും വലുതും ഭഗവാനാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ച് വളർച്ച വിഷയമല്ല. ക്രീഡമാനൗ സ്ഥിതൗ തത്ര വിചരന്തൗ ഇതസ്തത വിചരന്താവിതസ്തത തൗ ഏകദാ മഹാകായോ ക്രീഡ ആസക്തൗ മഹാർണവേ. ആ അത്യധികം വലിപ്പമുള്ളതായിട്ടുള്ള ഭയങ്കരന്മാരായിട്ടുള്ള അവർ ഒരിക്കൽ ക്രീഡ കളിക്കാൻ വേണ്ടിയിട്ട് ആസക്തരായിക്കൊണ്ട് രമിച്ചുകൊണ്ട് മഹാസമുദ്രത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞു നടന്നു.
കളിച്ചു പാഞ്ഞും അങ്ങുമിങ്ങും രമിച്ചാരവരാഴിയിൽ. രണ്ട് സോദരരെ പോലെ കൂറ്റന്മാരവരിങ്ങനെ സുഖിക്ക് ചിന്തയിൽപ്പെട്ടിത് ഒരിക്കൽ അലയാഴിയിൽ. അഹേതുകം എങ്ങുമി ചിട്ട കാൺമുനാം. ആധാരമില്ലാതെ ആധേയം നിൽക്കുമാറിൽ ഒരേടവും അറിയുന്നില്ലായി നാം ഇങ്ങി ആധേയ ഭാവവും. പരപ്പേറുന്നൊരീ വെള്ളം സുഖതം നിൽപ്പതെങ്ങുവാൻ. സൃഷ്ടിച്ചതാര് എങ്ങനെ നാം മുങ്ങാതെ എന്തിങ്ങു നിൽക്കുവാൻ. അവർ സ്വയം കളിക്കാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു എന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തോന്നി ഇതെന്താ അതിങ്ങനെ, എന്തൊക്കെയാ തോന്നിയത്? ചിന്താം അവാപതുശ്ചിത്തെ ഭ്രാതരൗ ഇവ സംസ്ഥിതൗ നാകാരണം ഭവേൽ കാര്യം സർവത്രൈഷാ പരമ്പര. ഇങ്ങനെ കളിച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ സഹോദരന്മാരായിട്ടുള്ള രണ്ടു പേർക്കും മനസ്സിലായി ചില ചിന്തകളൊക്കെ ഉണ്ടായി. കാരണം കൂടാതെ കണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലായിടത്തും വെള്ളമാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? ആധാരമില്ലാതെ കണ്ട് ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ. ഇതല്ലേ നിയമം. ആധേയം തോ വിന ആധാരം ന തിഷ്ഠതി കഥഞ്ചന. ആധാരാധേയഭാവസ്തു ഭാതി നോ ചിത്തഗോചര. ആധാരമില്ലാതെ ആധേയം ഒരു പ്രകാരവും നിലനിൽക്കില്ല. എന്നാൽ ആധാരാധേയഭാവം നമുക്ക് അറിയാൻ കഴിയുന്നില്ല. ഇതെന്തുകൊണ്ട്? സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഭാവമാണ്. നമ്മുടെ ആധാരം എന്താ? നമുക്ക് ഭൂമി ആധാരമാണ്. ഈ ഭൂമി എവിടെയാണ് നിൽക്കുന്നത്? ജലത്തിലാണ് ഭൂമി നിൽക്കുന്നത്. ജലം എവിടെയാണ് നിൽക്കുന്നത്? അഗ്നിയിലാണ് നിൽക്കുന്നത്. അഗ്നിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? വായുവിലാണ്. വായു ആകാശത്തിലാണ്. ആകാശം അങ്ങനെ ക്രമേണ അഹംതത്വത്തിൽ, മഹത്തത്വത്തിൽ, അങ്ങനെ ക്രമേണയായിട്ട് ശബ്ദബ്രഹ്മത്തിൽ, ബ്രഹ്മത്തിൽ, ഇങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട്. അപ്പോൾ ഈ കണക്കൊന്നും ഇപ്പോൾ നമുക്ക് പറയാനേ പറ്റൂ, ശരിക്കും അറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലാവണില്ല? ക്വതിഷ്ഠതി ജലം ചേതം സുഖരൂപം സുവിസ്തരം കേന സൃഷ്ടം കഥം ജാതം മഗ്ന അവാവാം ജലേ സ്ഥിതവും. അപ്പോൾ എല്ലാ ദിക്കിലും പരന്നു കിടക്കുന്നതായിട്ടുള്ള സുഖം നൽകുന്നതായിട്ടുള്ള ഈ ജലം എങ്ങനെ, എന്തിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്? ആരാണത് സൃഷ്ടിച്ചത്? എങ്ങനെ നാം ഇരുവരും ഈ ജലത്തിൽ താണുപോകാതെ നിൽക്കുന്നു? ഇതാണ് ചോദ്യം. ആവാം വാ കഥം ഉൽപ്പന്നോ കേനവോൽപാദിതൗ ഭൗ പിതരൗ ക്വേതി വിജ്ഞാനം നാസ്തി കാമം തഥാ അവയോഹോ. നമ്മൾ രണ്ടുപേരും എങ്ങനെയാണ് ഉണ്ടായത്? നമ്മളെ ആരാ ജനിപ്പിച്ചത്? നമ്മുടെ അച്ഛനമ്മമാരാരൊക്കെയാ? ഇതൊക്കെ രണ്ടു പേർക്കും മനസ്സിലാവണില്ല എന്ന് സാരം. സൂതം പറയാണ്, സൂത ഉവാച ഏവം കാമയമാനൗ തൗ ജഗ്മതുർന വിനിശ്ചയം ഉവാച കൈടഭസ്തത്ര മധും പാർശ്വേ സ്ഥിതം ജലേ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ഒന്നും തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൈടഭൻ ആ സമയത്ത് ജലത്തിൽ അരികെ നിന്ന മധുവിനോട് ഇപ്രകാരത്തിൽ പറഞ്ഞു. മധു കൈടഭ സംവാദമായിട്ടാണ് ഇനി പറയണത്. ഏവം കിണഞ്ഞ് ചിന്തിച്ചാർ ഉണ്ടായില്ലൊരു തീർച്ചയും നീരിൽ തന്നരികെ നിൽക്കും മധുവോടോതി കൈടഭൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? കൈടഭ ഉവാച മധോ വാമത്ര സലിലേ സ്ഥാതും ശക്തിർ മഹാബല വർത്തതേ ഭ്രാതരചല കാരണം സാഹി മേ മത. മധോ, നമുക്ക് ഈ വെള്ളത്തിൽ നിൽക്കാൻ അചലയും മഹാബലവതിയുമായിട്ടുള്ള ഒരു ശക്തി കാരണമായി വർത്തിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൈടവൻ പറയാ, മധോ, നമുക്ക് ഈ നീരിന്മേൽ നിൽക്കേണ്ടും ശക്തി നിർഭരം വർത്തിപ്പൂ കാരണം ഇതിനവൾ താനെന്നും ഓർപ്പു ഞാൻ. അപ്പോൾ ആരോ ഒരാൾ നമ്മളെ താങ്ങുന്നുണ്ട്. ആ ശക്തി ആരാ? ആ ശക്തി നമുക്ക് കണ്ടെത്തണം. തയാ തതമിതം തോയം തത് ആധാരം ച തിഷ്ഠതി സായേവ പരമാദേവി കാരണം ച തഥാ അവയോഹോ. ആ ശക്തി ഈ ജലമാകെ വ്യാപിച്ചിട്ടുണ്ട്. അതിനെ ആശ്രയിച്ചാണ് ഈ ജലം സ്ഥിതി ചെയ്യുന്നത്. ആ പരാശക്തിയായിട്ടുള്ള ദേവിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശക്തിയാൽ ജലം വ്യാപ്തം നീരിന് ആധാരമങ്ങവൾ. അവൾ താന പരാശക്തി നമ്മയും സൃഷ്ടി ചെയ്തവൾ. ചിന്തയിൽപ്പെട്ട ദൈത്യർക്ക് ഈ വണ്ണം ബോധമുദിക്കവേ കേൾക്കായി വാനിൽ നിന്നാശു വാഗ്ബീജം സുമനോഹരം. അത് അവരുടെ പുണ്യ. അമ്മയാണ് ഇതിനൊക്കെ ആധാരമെന്ന് അവർ പറഞ്ഞപ്പോഴേക്കും അവരുടെ ഉള്ളിൽ ആ ഭക്തി അറിയാതെ കണ്ടുവന്നു. അതിൻ്റെ ഫലവും കിട്ടി. ഏവം വിബുദ്ധ്യമാനൗ തൗ ചിന്താവിഷ്ടോ യഥാ അസുരൗ
തത് ആകാശേ ശ്രുതം താഭ്യാം വാഗ്ബീജം സുമനോഹരം. ചിന്താവിഷ്ടരായിട്ടുള്ള ആ അസുരന്മാർക്ക് ഇങ്ങനെ ഒരു ബോധമുണ്ടായി. ആ സമയത്ത് ആകാശത്ത് നിന്ന് ഇരുവർക്കും കേൾക്കാൻ പാകത്തിന് വാഗ്ബീജം ഐംകാരം അശരീരിയായിട്ട് കേട്ടു എന്നാ. ഐം എന്ന്, ഓം ഐം നമ എന്ന് ആ അശരീരി പറഞ്ഞ ദേവതയെ നമ്മൾ പൂജിക്കുന്നു. ഓം ഐം നമ, ഐം എന്ന് അസുരന്മാർ കേട്ടു. ഗൃഹീതം ച തതസ്ഥാഭ്യാം തസ്യാഭ്യാസോ ദൃഢകൃത തഥാ സൗദായിനീ ദൃഷ്ട താഭ്യാം ഖേ ചോത്ഥിതാശുഭ. ആ വാഗ്ബീജ മന്ത്രം അത് നന്നായിട്ട് അവർ ശ്രദ്ധിച്ച് കേട്ടു. അത് കുറേ തവണ ഉച്ചരിച്ചു. ഐം 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 ഐം, അല്ലെങ്കിൽ ഓം ഐം നമ ഓം ഐം നമ എന്ന് ഉച്ചരിച്ചിട്ടുണ്ടാവും. അത് എന്താ ചെയ്തത് നമുക്കറിയില്ല. അങ്ങനെ അഭ്യസിച്ച് ഉറപ്പിച്ചു. അപ്പോൾ ആകാശത്തെ ശുഭസൂചകമായിട്ടുള്ള ഒരു മിന്നൽ പ്രത്യക്ഷപ്പെട്ടു. ചില നിമിത്തശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാ മിന്നലും ഒരുപോലെയല്ല. ചിലത് പേടിപ്പെടുത്തുന്നതാണ്, ചിലത് ദുർനിമിത്തങ്ങളാണ്, ചിലത് ശുഭം ആണ്. അങ്ങനെ ഇത് ശുഭമായിട്ടുള്ളൊരു മിന്നലാണ് കണ്ടത്. അതങ്ങ് ഉൾക്കൊണ്ടു ദൃഢമായ അഭ്യാസം ചെയ്തിതായവർ അപ്പോൾ കണ്ടിത് തൂമിന്നൽ ശുഭം വാനിൽ സമുദ്ധിതം. അമ്മയുടെ ഒരു അനുഗ്രഹമാണ്. പിന്നെയോ ഉറച്ചാർ അവർ അന്നേരം മന്ത്രം താനിതു നിർണയം ആകാരം പൂണ്ടോരാ ധ്യാനമത്രേ കണ്ടതു വാങ്ങിൽ നാം. ഇപ്പോൾ അവർ സ്വയം ചിന്തിച്ചു ഇത് ആ അമ്മ തന്നെയാണ് എന്ന് അവർ ഉറപ്പിച്ചു. താഭ്യാം വിചാരിതം തത്ര മന്ത്രോയം നാത്ര സംശയ തഥാ ധ്യാനമിതം ദൃഷ്ടം ഗഗനേ സഗുണം കില. ഇതൊരു മന്ത്രം തന്നെയാണ്, സംശയമില്ല. അവർക്ക് ഇത് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. അവരെ ധ്യാനം സഗുണം കൊണ്ട് അതുതന്നെ എന്ന് ആകാശത്തെ കണ്ടതായിട്ടുള്ള ആ മിന്നലിനെ അവരെ ഈശ്വരി തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കുകയും ചെയ്തു. നിരാഹാരോ ജിതാഹാരോ തന്മനസ്കോ സമാഹിതോ ബഭൂവ ദുർവിചിന്യൈവം ജപധ്യാനപരായണൗ. ഇങ്ങനെ നല്ലോണം അമ്മയാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് ഈ മിന്നലിനെ ഈശ്വരീ ഭാവത്തെ കണ്ടു. അതിനനുസരിച്ച് അത് ചിന്തിച്ചുകൊണ്ട് ഊണുപേക്ഷിച്ചു. ഏകാഗ്ര മനസ്സോട് കൂടിയിട്ട് ബദ്ധശ്രദ്ധരായിട്ട് മനസ്സിനെ നിയന്ത്രിച്ച് ജപധ്യാന പരായണന്മാരായിട്ട് തപസ് ചെയ്തു. ഏവം ചിന്തിച്ചുറപ്പിച്ചു സമാഹിത മനസ്കരായി ജപധ്യാനങ്ങളോ തൂണും വിട്ട് വാണാർജിതേന്ദ്രിയർ. എന്നിട്ടോ ഏവം 1000 ആണ്ട് ഉഗ്രതപസ്വത്തവർ വാഴ്കവേ പ്രസന്നയായാൾ അവരിൽ പരാശക്തി പരാൽപരാം. ഏവം വർഷസഹസ്രം തൂതാഭ്യാം തപ്തം മഹാതപ പ്രസന്ന പരമാശക്തിർ ജാതാസാ പരമാതയോഹോ. ഇങ്ങനെ 1000 വർഷം അത്യുഗ്രമായിട്ട് തപസ് അവർ ചെയ്തു മധുകേടവന്മാർ. അപ്പോൾ അവർക്ക് പരമശക്തി സ്വരൂപിണിയായിട്ട് ആ മഹാദേവി പരാശക്തി നല്ലോണം ഇവരിൽ പ്രസന്നയായി തീർന്നു. എന്നിട്ടോ ഖിന്നൗ തൗ ദാനവൗ ദൃഷ്ട്വാ തപസേ കൃതനിശ്ചയോ തയോരനുഗ്രഹാർത്ഥായ വാഗുവാച അശരീരിണി. പിന്നെ അപ്പോൾ അഹങ്കാരം മാത്രമേ കേട്ടുള്ളൂ വെച്ചാൽ ഇപ്പോൾ അങ്ങനെയല്ല. തപസ് തന്നെ ഉറച്ചു നിന്ന് കുറച്ച് വിഷമത്തോടു കൂടി ഇരിക്കുന്ന ദൈത്യന്മാരെ കണ്ടിട്ട് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ദേവി അശരീരി വാക്ക് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. തപസ്സിൽ താൻ ചിത്തമൂന്നിക്കേഴും ആ ദൈത്യവീരരെ അനുഗ്രഹിക്കാനായി ഉണ്ടായി വാനിൽ വാക്ക് അശരീരിണി. ഇങ്ങനെ പറഞ്ഞു. എന്താ വേണ്ടത്? എന്താ പറഞ്ഞത്? നിങ്ങൾക്കിഷ്ടപ്പെട്ട വരം വരിപ്പിൻ ദൈത്യമുഖ്യരെ തരുവൻ നിങ്ങൾ തൻ ഉഗ്രതപസ്സാൽ തുഷ്ടയായി ഞാൻ. ആ വാക്ക് ഇങ്ങനെ അശരീരിയായിട്ട് കേട്ടു. വരം വാം വാഞ്ചിതം ദൈത്യവും ബ്രൂതം പരമസമ്മതം ദദാമി പരിതുഷ്ടാസ്മി തപസാകില. ദൈത്യന്മാരെ നിങ്ങൾക്ക് അത്യധികം ഇഷ്ടമായിട്ടുള്ള വരം വരിച്ചോളൂ ഞാനത് തരാം. നിങ്ങൾ ഇരുവരുടെയും തപസ് കൊണ്ട് ഞാൻ സന്തുഷ്ടയായിരിക്കുന്നു. എന്താ വേണ്ട വരം വെച്ചാൽ പറഞ്ഞോളൂ, തരാം. സൂതൗവാച ഇത് ശ്രുത്വാ തു താം വാണീം ദാനവൗ പൂജതുസ്തദാം സ്വേച്ഛയാ മരണം ദേവി വരം നോ ദേഹി സുവ്രതേ. അമ്പള എന്താ പറഞ്ഞത്? സ്വച്ഛന്ത മൃത്യു വരമായിട്ട്. എന്താ കഥ? ഈ വാക്ക് കേട്ടപ്പോൾ ദാനവന്മാർ പറയാണ്, മഹാദേവി അവിടുന്ന് സുവ്രത ആണല്ലോ, ഞങ്ങൾ ഇപ്പോൾ തപസ് ചെയ്തപ്പോൾ അവിടത്തേക്ക് ഇഷ്ടമായല്ലോ. അങ്ങനെ ഞങ്ങൾ ഇച്ഛിക്കുമ്പോഴേ ഞങ്ങൾക്ക് മരണം സംഭവിക്കാവൂ. ഈ വരം ഞങ്ങൾക്ക് തന്നാൽ മതിയെന്നാ. മരണം വേണ്ടാന്നല്ല പറഞ്ഞ്, ഞങ്ങൾ ഇച്ഛിക്കുമ്പോഴേ മരണം തരാവൂ. അപ്പോൾ ആരെങ്കിലും അവരവരുടെ മരണം വേണമെന്ന് ആഗ്രഹിക്കുമോ? ഉണ്ടാവില്ല. സൂതൻ വാക്കേവം കേട്ടുടൻ ചൊന്നാൽ ദാനവന്മാരും ഇങ്ങനെ സ്വേച്ഛാമൃത്യുവരം ഞങ്ങൾ കേൾക്കണം ദേവി സുവ്രതേ. അപ്പോൾ അമ്മ പറയാണ്, വാക്ക് എന്നാ അതിൽ പറഞ്ഞത്, വാഗുവാച. ആ വാക്ക് ഇങ്ങനെ പറഞ്ഞത് ദേവി പറഞ്ഞു. എന്താ പറഞ്ഞത്? വാഞ്ചിതം മരണം ദൈത്യവും ഭവേദ്വാം മൽ പ്രസാദത അജേയോ ദേവദൈത്യൈശ ഭ്രാതരൗ നാത്ര സംശയം.
എൻ്റെ പ്രസാദം കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇച്ഛിച്ച വിധത്തിലുള്ള മരണം സംഭവിക്കും. നിങ്ങൾ എപ്പോഴാണോ മരണം ആഗ്രഹിക്കുന്നത് അപ്പോഴേ മരണം സംഭവിക്കുള്ളൂ. സഹോദരന്മാരായിട്ടുള്ള നിങ്ങൾ രണ്ടുപേരെയും ദേവന്മാർക്കോ ദൈത്യന്മാർക്കോ മനുഷ്യർക്കോ ഒന്നും ജയിക്കാൻ സാധിക്കില്ല. ഇതിൽ സംശയിക്കുകയേ വേണ്ട. വാക്ക് എൻ പ്രസാദത്തിനാകെ മൃത്യു ഈ വിധം താനണഞ്ഞിടും. സുരാസുരർക്ക് അജയന്മാരായും നിങ്ങൾ ഭവിച്ചിടും. അപ്പം ആരാലും നിങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കില്ല കേട്ടോ. നിങ്ങളൊട്ടും പേടിക്കണ്ട. നിങ്ങൾക്കോ എല്ലാവരെയും തോൽപ്പിച്ച് ജയിക്കാനും സാധിക്കും. സൂതൗവാച ഇത് ദത്തവരോ ദേവ്യ ദാനവോ മതതർപ്പിതോ ചക്രതോ സാഗരേ ക്രീഡം യാദോ ഗണസമന്വിതോ. ഇങ്ങനെ ദേവിയിൽ നിന്ന് വരം ലഭിച്ചതായിട്ടുള്ള 2 ദൈത്യന്മാരും ദാനവന്മാരും മതഗർഭിതരായിട്ട് സമുദ്രത്തിലെ ജലജന്തുക്കളോടൊപ്പം ക്രീഡിച്ചു. സൂതൻ ഏവം ദേവീദത്തമായ വരവും നേടി ഗർവോടും ജലജന്തുക്കളോടൊപ്പം കടലിൽ കേളിയാടിനാർ. അതായത് ഇവർക്ക് കരയായാലും കുഴപ്പമില്ല, കടലായാലും കുഴപ്പമില്ല, ആകാശമായാലും കുഴപ്പമില്ല. 3 ദിക്കിലും ഇവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. കാരണം യോഗശക്തിയുണ്ട്. പിന്നെ കടലിലെ ആ ഓക്സിജൻ അവർക്ക് സ്വീകരിക്കാൻ പറ്റും, മരിക്കില്ല. ആകാശത്തിൽ താഴെ വീഴുമെന്ന് വിചാരിച്ച് പരിഭ്രമിക്കേണ്ട, പറക്കണേന് തുല്യമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ 3 ലോകത്തിലും എവിടേക്ക് വേണിച്ചാൽ പാതാളം മുതൽ സത്യലോകം വരെ ഇവർക്ക് പോവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ഈ പേടിയൊന്നും അവർക്ക് വേണ്ട. എന്നാൽ ചൂട് തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടേനി, അതേപോലെ സുഖിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടേനി. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവർ കണ്ടാർ എതിരച്ഛയ പത്മാസനത്തിലാ ബ്രഹ്മ പ്രജാപതിയിരിപ്പതായി. അതാണ് നോക്കണേ, അതിൻ്റെ ഭാഗ്യൻ്റെ തപസ്സൊന്നും ചെയ്തിട്ടല്ലാതെ കാലേന കിയതാ വിപ്ര ദാനവാഭ്യാം എതിരച്ഛയാ ദൃഷ്ട പ്രജാപതിർ ബ്രഹ്മ പത്മാസനഗത പ്രഭു. മഹാബ്രാഹ്മണരായിട്ട് ശൗനകാദി മഹർഷിമാരെ സ്വതം പറയാം. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും 2 ദാനവന്മാർക്കും പ്രജാപതിയായിട്ടുള്ള ഈ ഭഗവാൻ നാരായണന്റെ പത്മത്തിൽ, നാഭിയിലുണ്ടായ പത്മത്തിൽ താമരയിൽ ഇരിക്കുന്നതായിട്ടുള്ള പത്മാസനസ്ഥനായിട്ടുള്ള ആ ത്രിമൂർത്തികളിൽ ഒരാളായിട്ടുള്ള ബ്രഹ്മാവിനെ ഭഗവതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് കാണാൻ സാധിച്ചു. പോർ കൊതിക്കുന്നോരാ ഭീമവിക്രന്മാർക്ക് മാനസം തെളിഞ്ഞു ചൊന്നാർ ഈ വണ്ണം പേരു നൽകുക സുവ്രത. എന്താ പേര്? ബ്രഹ്മാവിനോട് ചോദിക്കുകയാണേ. ദൃഷ്ട്വാ തു മുദിതാവാസ്താൻ യുദ്ധകാമോ മഹാബലോ തമൂജതുസ്തദാ തത്ര യുദ്ധം നൗ ദേഹി സുവ്രത. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള മഹാപരാക്രമികളായിട്ടുള്ളവർ അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിച്ചു, ഹേ സുവ്രത, എന്താ പേര്? ഞങ്ങളോട് യുദ്ധം ചെയ്യൂ. പോര് നൽകുക സുവ്രത. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പേര് നൽകിയാൽ പോരാ, പോര് നൽകണം. യുദ്ധം ചെയ്യൂ, ഞങ്ങളോട് യുദ്ധം ചെയ്യൂ ബ്രഹ്മാവേ. പിന്നെ മാത്രമല്ല കേട്ടോ, അവിടെ വേറെ കഥയിൽ പറയുന്നുണ്ട്, ബ്രഹ്മാവ് വലിയ വലിയ യാഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, രാജസൂയ യാഗമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രാജസൂയ യാഗം ചെയ്യണമെങ്കിൽ എല്ലാവരെയും ജയിക്കണം. ഞങ്ങളെ ജയിച്ചിട്ടില്ലല്ലോ, ആ രാജസൂയ യാഗം അസാധുവാണ്. ഞങ്ങളെ ജയിച്ചതിന് ശേഷം എന്താ ചെയ്തോളൂ, യുദ്ധം ചെയ്യൂ, വരൂ. നോ ചേൽ പൽപ്പം പരിത്യജ്യ യഥേഷ്ടം ഗച്ഛമാചിരം യദി ത്വം നിർബലശ്ചാസി ക്വ യോഗ്യം ശുഭാസനം. യുദ്ധം ചെയ്യുന്നില്ലാച്ചാൽ ഈ താമര വിട്ടു പോയിക്കോളൂ, ഞങ്ങൾ അവിടെ കയറിയിരിക്കും. എന്നുവെച്ചാൽ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ആദി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. പോയിക്കോളൂ, എവിടേക്കാച്ചാൽ ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കോളൂ. നീ ദുർബലനാണ് എങ്കിൽ എന്തിനാണ് നിനക്ക് ഈ അന്തസ്സുള്ള ആസനം? ഇതിൻ്റെ ആവശ്യമില്ല, സിംഹാസനം പിന്നെ ആവശ്യമില്ല. അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ താമര വിട്ട് ആശു പോകുക യഥേപ്സിതം. ബലമില്ലെങ്കിൽ എന്തിനീ കേമത്തം പോണ്ടൊരാസനം? അതുകൊണ്ട് ഇങ്ങനത്തെ സിംഹാസനത്തിലിരിക്കാൻ അർഹതയില്ല. വീരഭോഗ്യമിതം സ്ഥാനം കാതരോസി ത്യജാശു വൈ തയോരിതി വചശ്രുത്വ ചിന്താമാവ പ്രജാപതി. നീ ഭീരുവാണ്, വീരന്മാർക്കിരിക്കാനുള്ള സ്ഥാനം ഇതല്ല. ഇത് വിട്ടിട്ട് വേഗം എവിടേക്കാച്ചാൽ പോയിക്കോളൂ. അവരുടെ വാക്ക് കേട്ട് ബ്രഹ്മപ്രജാപതി വല്ലാതെ കണ്ട് ചിന്തയിലാണ്ടു. തപസ്സു ചെയ്യുമാ സ്രഷ്ടാവ് ആ ബലിഷ്ഠരെ ഇങ്ങനെ കണ്ട് ചെയ്യേണ്ടത് എന്തെന്നായം പരഞ്ഞതു നിർഭരം ദൃഷ്ട വീരഭോഗ്യം സ്ഥാനമിത് വിട്ടുപോവുക ഭീരു നീ. അവർ തൻ വാക്കു കേട്ടാശു ചിന്തയിൽ പെട്ടുപോയി വിധി. തപസ് ചെയ്യുമാ സ്രഷ്ടാവ് ആ ബലിഷ്ഠരെ ഇങ്ങനെ കണ്ടു ചെയ്യേണ്ടത് എന്തെന്നായം പരഞ്ഞതു നിർഭരം ദൃഷ്ട്വാച ബലിനൗ വീരോ കിം കരോമീതി താപസ ചിന്താവിഷ്ടസദാ തസ്ഥൗ ചിന്തയൻ മനസാതജാം. തപോനിഷ്ഠനായിട്ടുള്ള ബ്രഹ്മാവ് ആ സമയത്ത് സൃഷ്ടി ചെയ്യുമ്പോഴും ജോലികൾ ചെയ്യുമ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളോട് പറയണ വലിയൊരു ഉപദേശം അത്. നമ്മളെല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഭഗവത് സ്മരണയോട് കൂടിയിട്ട് അമ്മയെ സ്മരിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. മനസ്സാ വചസാ കർമ്മണ. മനസ്സുകൊണ്ട് ചെയ്യുമ്പോഴും ഇത് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ സ്മരിച്ചുകൊണ്ടിരിക്കുക.
ഇപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ അത് ചെയ്യുമ്പോൾ പഴയ്ക്കണ്ട, ആ രീതിയിൽ ശുദ്ധമായിട്ടുള്ള സമയത്തൊക്കെ സ്മരിക്കുക. ഉറങ്ങണ സമയത്ത് പറ്റില്ല, സ്വപ്നത്തിൽ കാണും ചെയ്യാം. അതേപോലെ ഒരു കാര്യത്തിന് വിഘ്നം വരും, അങ്ങനെ വെച്ചാൽ വേണ്ട, അല്ലാത്ത എല്ലാ സമയത്തും ചെയ്യാം. തപോനിഷ്ഠനായിട്ടുള്ള ബ്രഹ്മാവ് മഹാപരാക്രമശാലിയായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള ആ അസുരന്മാരെ കണ്ടിട്ട്, ആദ്യ അസുരന്മാരാണ് അവർ, എന്താ ചെയ്യേണ്ടത്, എന്താ എന്നോട് എന്താ ചെയ്യുക, യുദ്ധം ചെയ്യുമോ, എന്താ കഥ നിശ്ചയില്ല, പേടിച്ചും കൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കണ്ട് നിന്നുപോയി എന്ന് പറഞ്ഞ അധ്യായം അവിടെ സമാപിക്കുകയാണ്. ഇത് ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ഷഷ്ടോധ്യായ സമാപ്ത. മധുകേടപയുദ്ധോദ്യോഗം എന്ന 6-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി അടുത്ത അധ്യായത്തിൽ മഹാകാളിയായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രഹ്മാവ് അമ്മയെ സ്തുതിക്കണു, മഹാവിഷ്ണു അമ്മയെ സ്തുതിക്കണു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമേണയായിട്ട് മധുകേടവന്മാരെ വധിക്കുന്നതായിട്ടുള്ള രംഗത്തിലേക്ക് 3 അധ്യായം ഉണ്ട്, ക്രമേണയായിട്ട് പോവും. അടുത്ത അധ്യായത്തിൽ ഭദ്രകാളിയുടെ അവതാരമാണ്. നമുക്ക് ക്രമേണയായിട്ട് നാളെ ചൊല്ലാം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ.